ഹലോ ആൻഡ് നമസ്കാരം എവ്രി വൺ, ഇറ്റ്സ് ആ ഗേൾ ഫ്രം കോന്നി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. നമ്മളുടെ ട്രിപ്പ് എഡ്മണ്ടിൽ നിന്ന് ഇപ്പോൾ വാൻകൂവർ ഐലൻഡിലെ യൂക്ലുവൽറ്റിൽ അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ബീച്ചസും മരങ്ങളും ഒക്കെ ഒരു ട്രോപ്പിക്കൽ വൈബ് തരുന്ന ടൊഫീനോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ടൊഫീനോയുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ കാണാം കേട്ടോ. ഞാൻ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഞാനിതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. യൂക്ലുവൽറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് സ്പോട്ടായ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ എയർബിഎൻബി കിട്ടിയത്. അങ്ങനെ 2 ദിവസം നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ഈ എയർബിഎൻബി സ്റ്റേ ഞങ്ങൾക്ക് സെറ്റാക്കി തന്ന എയർബിഎൻബി ആപ്പിനും ഈ വീടിൻ്റെ ഹൗസ് ഓണർക്കും എൻ്റെ പേരിലും എൻ്റെ കൂടെ വന്നവരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശരിക്കും ആദ്യമൊക്കെ ഉണ്ടല്ലോ, ഈ എയർബിഎൻബി എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് യോജിക്കാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ, ചിലപ്പോൾ അവരുടെ ബേസ്മെൻറ്റിൽ ഒക്കെ പോയി സ്റ്റേ ചെയ്യാന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ഞാനിപ്പോൾ ഒരു എയർബിഎൻബി ഫാനാണ്. ഇത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഓർ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ട്രിപ്പിൻ്റെ സമയത്ത്. ഈ ഹോട്ടലിൽ പോയി നമ്മുടെ ഫണ്ണൊക്കെ പല പല റൂമിലേക്ക് പോകുന്നതിൽ നല്ലതല്ലേ ഒരുമിച്ച് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ഒരു വെരി സ്പെഷ്യൽ ടു യൂക്ലുവൽറ്റ്. അതാണ് യൂക്ലുവൽറ്റ് അക്വേറിയം. ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂക്ലുവൽറ്റ് അക്വേറിയം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ഗൂഗിളും ChatGPTയും അങ്ങനെ എല്ലാവിധ വെബ്സൈറ്റും നമ്മളോട് പറഞ്ഞു. ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നുമാണ് പറഞ്ഞേക്കുന്നത്. വായോ, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. നമ്മൾ യൂഷ്വലി കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു അക്വേറിയം സെറ്റപ്പേ അല്ല കേട്ടോ ഇത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നേച്ചറുമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ദിസ് അക്വേറിയം ഇസ് വെരി സ്മോൾ, ലോക്കൽ ആൻഡ് പേഴ്സണൽ ടു ദ യൂക്ലുവൽറ്റ് ഓർ ദ വെസ്റ്റ് കോസ്റ്റ് സീ. അതിനൊരു വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേക്കും ഇവിടെ ടാങ്കിൽ കിടക്കുന്ന എല്ലാ വിധത്തിലുള്ള മറൈൻ ക്രീച്ചേഴ്സും ഈ വെസ്റ്റ് കോസ്റ്റ് ഓഷ്യനിൽ നിന്ന് ഇവർ കളക്ട് ചെയ്തതാണ്. വേറൊരു വലിയ പ്രത്യേകത നിങ്ങൾക്ക് കേൾക്കണോ? എനിക്ക് ഭയങ്കര സന്തോഷം ഇത് അറിഞ്ഞപ്പോൾ തന്നെ. ഈ മറൈൻ ക്രീച്ചേഴ്സിനെ ഇവർ കളക്ട് ചെയ്തതുപോലെ തന്നെ ഇവർ വെരി റെസ്പോൺസിബിളി ഇത് തിരിച്ച് ഓഷ്യനിലേക്ക് ഇതിനെ റിലീസ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ സം ടൈം. ബേസിക്കലി ഇതൊരു സൈക്കിളാണ്. അവർ മറൈൻ ക്രീച്ചേഴ്സിനെ ഓഷ്യനിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഞാൻ അവരെന്ന് പറയുമ്പോൾ അതിനകത്ത് പലരും ഉണ്ട്. ഒന്ന് മറൈൻ ലൈഫിനെ പറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇവിടുത്തെ കോളേജ് സ്റ്റുഡൻസ്, പിന്നെ ഈ യൂക്ലുവൽറ്റിൻ്റെ ലോക്കൽസ്. ഇവിടെ പല ടാങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് കളക്റ്റഡ് ബൈ ഹൂ, അവൻ്റെ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വൺസ് ഇത് കളക്ട് ചെയ്തതിന് ശേഷം ടാങ്കിൽ ഡിസ്പ്ലേക്ക് വെക്കുന്നു. നമുക്ക് എൻജോയ് ചെയ്യാനും കാണാനും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഒക്കെ. വേറൊരു കൂൾ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാംഫുൾ അല്ലാത്ത ചില മറൈൻ ക്രീച്ചേഴ്സ് നമുക്ക് ടച്ച് ചെയ്യാനും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഉള്ള ഒരു അവസരം കൂടി ഇവിടെയുണ്ട് കേട്ടോ. ദെൻ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ദേ റിലീസ് ഇറ്റ് ബാക്ക് ടു ദ ഓഷ്യൻ. ഈ ഓഷ്യനിലേക്ക് തിരിച്ച് റിലീസ് ചെയ്യുന്നതിന് ഒരുപാട് ഹെൽത്ത് പ്രോട്ടോക്കോൾസ് അവർക്ക് ഫോളോ ചെയ്യണം കേട്ടോ. ഒരു ഡോക്ടർ വന്ന് സർട്ടിഫൈ ചെയ്യണം ഈ മറൈൻ ക്രീച്ചേഴ്സ് തിരിച്ച് ഓഷ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഷ്യനിലെ മറൈൻ ക്രീച്ചേഴ്സിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്യണം. ഹൗ കൂൾ ഇസ് ദാറ്റ്, റൈറ്റ്? അക്വേറിയംസ് വിസിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ബിക്കോസ് ഓഫ് ക്യാപ്റ്റിവിറ്റി. അങ്ങനെയുള്ളവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്വേറിയം അല്ലേ നമ്മുടെ യൂക്ലുവൽറ്റിലെ അക്വേറിയം. ശരിക്കും ഒരു ബ്രില്യൻ്റ് ഐഡിയ. മറൈൻ ക്രീച്ചേഴ്സിനെ, ലോക്കലായ മറൈൻ ക്രീച്ചേഴ്സിനെ കളക്ട് ചെയ്യുന്നു, അവരെപ്പറ്റി നമ്മളിലേക്ക് ഇൻഫർമേഷൻ തരുന്നു, ദെൻ റിലീസിങ് ഇറ്റ് ബാക്ക് ടു ദ ഓഷ്യൻ. റിയലി തോട്ട്ഫുൾ. എനിക്ക് അക്വേറിയം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ 2 ദിവസമായിട്ട് നോക്കി നിന്ന ഈ ഓഷ്യനിലേക്ക് പോകാതെ തന്നെ കുറേ മറൈൻ ക്രീച്ചേഴ്സിനെ നേരിട്ട് കാണാനും ചിലതിനെയൊക്കെ തൊടാനും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു മൊമെൻറ്റ്. അടിപൊളി. മസ്റ്റ് വിസിറ്റ് ആട്ടോ യൂക്ലുവൽറ്റി വരുമ്പോൾ. അക്വേറിയം ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളൊരു സുവനീർ ഷോപ്പിൽ കയറി ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. കാനഡയിലെ ഫസ്റ്റ് നേഷൻസിൻ്റെ ലൈഫുമായിട്ടും കൾച്ചറുമായിട്ടും ബന്ധമുള്ള ഒരുപാട് സുവനീർസ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. അതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് വൺ ആട്ടോ ഡ്രീം ക്യാച്ചേഴ്സ്. ആസ് എ നെയിം സജസ്റ്റ്, ഇറ്റ് ക്യാച്ചസ് ഓൺലി ഗുഡ് ഡ്രീംസ്. ബാഡ് ഡ്രീംസിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഗുഡ് ഡ്രീംസിനെ മാത്രം നമ്മളിലേക്ക് എത്തിക്കും. നിങ്ങൾക്കറിയാമോ, ഈ ടൊഫീനോയും യൂക്ലുവൽറ്റും ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയസും ഒക്കെ ഹൈ റിസ്ക് സുനാമി സോണിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ പലയിടത്തും അതിൻ്റെ വാർണിംഗ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വാൻകൂവർ ഐലൻഡിലെ ടൊഫീനോയും യൂക്ലുവൽറ്റും ഒക്കെ അടിച്ചു പൊളിച്ച് ഞങ്ങളിതേ പോകുന്നു വാൻകൂവറിലേക്ക്. ഞങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞങ്ങൾ റോഡ് വേ അല്ല, ഞങ്ങളൊരു ഫെറി എടുക്കാൻ പോവാണ്. ലെറ്റ്സ് എൻജോയ്. കാനഡയിൽ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളും ചെയ്തിട്ടുള്ള റൈഡിലും വൺ ഓഫ് മൈ ഫേവറേറ്റ്, ദ മോസ്റ്റ് സീനിക് റൈഡാണ് BC ഫെറീസ്, അതായത് ബ്രിട്ടീഷ് കൊളംബിയ ഫെറീസ്. BC ഫെറീസ് ഒരു മിനി ക്രൂസ് റൈഡ് തന്നെയാണ്. ആൻഡ് ദേ ആർ കണക്റ്റിംഗ് കോസ്റ്റൽ ടൗൺസ്, ഐലൻഡ്സ് ആൻഡ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ഓൾ അലോങ് ദ വേ. ഇന്ന് നമ്മൾ BC ഫെറി എടുക്കുന്നത് നെനേമോയുടെ സ്വന്തം ഡ്യൂക്ക് പോയിന്റ് ടെർമിനലിൽ നിന്ന് വാൻകൂവറിൻ്റെ സ്വന്തം സെബാസ്റ്റ്യൻ ടെർമിനലിലേക്കാണ്. സെബാസ്റ്റ്യൻ്റെ സ്പെല്ലിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരു T ഉണ്ട്, പക്ഷെ അത് സൈലൻ്റ് ആണെന്നാണ് പല പ്രൊനൗൺസിയേഷൻ ആപ്പും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വാൻകൂവറിലെ സെബാസ്റ്റ്യനിലേക്ക്. ഈ ഫെറി റൈഡിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യും പല സമയത്ത്. കാര്യം തിരക്കുള്ള സമയത്ത് ഇച്ചിരി കൂടുതലാണ്. നമ്മളൊരു കാറിന് പേ ചെയ്യേണ്ടത് അറൗണ്ട് $57, പിന്നെ ഫോർ എ ചൈൽഡ് അറൗണ്ട് $9 ആൻഡ് ഫോർ എൻ അഡൾട്ട് $18. ഇത്രയാണ് ടോട്ടൽ വരുന്നത്. ഇത്രയും ഒരു പൈസയ്ക്ക് ഒരു ക്രൂസ് ഷിപ്പ് അല്ലെങ്കിൽ പോലും അതിനോട് സാമ്യമുള്ള
അതുപോലൊക്കെ ഒരു ഫീൽ തരുന്നൊരു റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല വേറെ കാനഡയിൽ ഓപ്ഷൻ ഉണ്ടെന്ന്. ഇത് ശരിക്കും ഒരു ട്രാൻസ്പോർട്ടേഷൻ മീൻസ് മാത്രമല്ല, ഇതൊരു മൂവിങ് പോസ്റ്റ് കാർഡ് ഓഫ് കാനഡ ഓർ ബ്രിട്ടീഷ് കൊളംബിയാണ്. ഓരോ മൊമെൻറ്റും ഓരോ വിഷ്വൽസും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞ് ഒരു മെമ്മറി ആയിട്ട് നിൽക്കും. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഐ വാസ് വെരി ലക്കി. എനിക്കൊരു സൺസെറ്റ് ഫെറി റൈഡ് കിട്ടി. ആ ഒരു മെമ്മറി ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. bcferries.com എന്ന വെബ്സൈറ്റിൽ പോയി നമ്മൾ എവിടെ നിന്ന് എവിടേക്കാണോ സഞ്ചരിക്കുന്നതനുസരിച്ച് നമുക്ക് ഫെറി റൈഡ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഫെറി ഡിപ്പാർച്ചറിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 1 hour മുമ്പ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ ബുക്ക് ചെയ്ത റെസീറ്റ് അവരെ കാണിക്കുമ്പോൾ അവർ നമ്മളെ ഓരോ ലെയിനിലായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തും. കാറിലാണെങ്കിൽ ഇൻ കേസ് നമുക്ക് വെഹിക്കിൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഫെറിയിലേക്ക് കയറാവുന്ന ഒരു പ്രൊവിഷനും ഉണ്ട്. വൺസ് നമ്മൾ ഫെറിയിൽ കയറി ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പാസഞ്ചർ ഡെക്കിലേക്ക് പോയി അവിടുത്തെ നല്ല ബ്യൂട്ടിഫുൾ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ ഹോട്ട് ഫുഡ്, ഹോട്ട് കോഫി, ക്ലോത്തിങ്, അങ്ങനെ നമുക്ക് വേണ്ട ആക്സസറീസ് ഒക്കെ മേടിക്കാനുള്ള ഷോപ്സ് എല്ലാം ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഈ ഫെറി ഒരു ടൂറിസ്റ്റ് ക്രൂസ് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഐലൻഡിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ്. ഇതല്ലാതെ പിന്നെ ഉള്ളത് എയർ റൂട്ടാണ്. ഇങ്ങനെ ഒരു വർക്ക് കമ്മ്യൂട്ട് ഓപ്ഷൻ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലേ. എന്ത് ഭംഗിയാണ് നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മെൻ്റൽ റീസെറ്റ്, നല്ല ബ്യൂട്ടിഫുൾ സൺറൈസ് ഒക്കെ കണ്ട് യാത്രയൊക്കെ ചെയ്ത് ജോലി സ്ഥലത്തേക്ക് പോകുന്നൊരു വൈബ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫുൾ ചിൽ മോഡ്. കണക്കുകൾ പ്രകാരം ഏകദേശം 2 കോടിയിലധികം ആളുകളും 80 ലക്ഷത്തിന് മേലെ വണ്ടികളുമാണ് ഈ BC ഫെറീസിൽ ഒരു വർഷം ട്രാവൽ ചെയ്യുന്നത്. അധികം വൈകാതെ തന്നെ BC ഫെറീസ് ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് ഫെറിയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഫ്യൂവൽ യൂസേജും എമിഷൻസും ഒക്കെ കുറയ്ക്കാൻ പറ്റിയാൽ അത് വളരെ നല്ല കാര്യമാണ്. ഇനി അങ്ങോട്ടെല്ലാം നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ യൂസും ഉപയോഗവും അതിൻ്റെ യുഗമാണ് വരാൻ പോകുന്നതല്ലേ. എനിക്ക് എത്ര നേരം പുറത്ത് ഈ ഓഷ്യൻ നോക്കി നിന്നാലും മതിയാവില്ല. എന്ത് രസമാണല്ലേ ആ ഒരു ബ്രീസും ഒക്കെ ആയിട്ട്. നമുക്ക് റിഫ്രഷിങ് തന്നെയാണ്. അന്ന് ഞങ്ങൾ പോയപ്പോൾ ഇച്ചിരി തണുപ്പുള്ളതുകൊണ്ട് ഒരുപാട് നേരം നിന്നില്ല. ബട്ട് സ്റ്റിൽ പറ്റുന്ന ടൈമെല്ലാം നിന്ന് എൻജോയ് ചെയ്തു. നമ്മുടെ നെനൈമോ ടു വാൻകൂവർ റൈഡ് ഓൾമോസ്റ്റ് 1.25 മണിക്കൂറാണ്. ശരിക്കും 1.25 മണിക്കൂർ പോരാ നമുക്ക് ഈ ഫെറി ഫുള്ളൊന്ന് കറങ്ങി അടിച്ച് കാണാൻ. ഒരു വലിയ ക്രൂസ് ഷിപ്പിൽ കിട്ടുന്ന ഫീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു മിനി വേർഷൻ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് സെയിലിഷ് സീയിലൂടെയാണ്. ദ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആൻഡ് ബയോഡൈവേഴ്സ് വാട്ടേഴ്സ് ഇൻ ബ്രിട്ടീഷ് കൊളംബിയ. ഈ ഫെറിയുടെ പാസഞ്ചർ സീറ്റ്സ് ഒക്കെ ഭയങ്കര കോസിയാണ് കേട്ടോ. നമുക്കൊരു ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ബിസിനസ് റൂംസും ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഓഫീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓഫീസ് ചെയർ സെറ്റപ്പിലുള്ള സീറ്റ്സും ഇതിൽ അവൈലബിൾ ആണ്. ഈ ഫെറിയിലെ സേഫ്റ്റി ഫീച്ചേഴ്സും കിടുവാണ് കേട്ടോ. നമുക്കൊരു ടൈറ്റാനിക് മൊമെൻറ്റ് വരുമെന്ന പേടിയേ വേണ്ട, സേഫാണ്. ഈ ഓറഞ്ച് കളർഡ് ബോട്ടില്ലേ, ഇതാണ് നമ്മുടെ റെസ്ക്യൂ ബോട്ട്. അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റും ഉണ്ട്. കിഡ് സൈസ് മുതൽ അഡൽട്ട് മുതൽ അങ്ങ് സീനിയേഴ്സ് വരെ എല്ലാവർക്കും പറ്റിയ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് എമർജൻസി ട്രെയിൻഡ് ആയിട്ടൊരു ക്രൂ നമ്മളെ അസിസ്റ്റ് ചെയ്യും. നമ്മൾ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി. ഈ ലൈഫ് ജാക്കറ്റും റെസ്ക്യൂ ഓപ്പറേഷനും ഒന്നും യൂസ് ചെയ്യേണ്ടി വരല്ലേ എന്ന് എപ്പോഴും ഹോപ്പ് ചെയ്യുമ്പോഴും ഇത് ഉണ്ട്. ഈ വെസലിൽ നമ്മൾ സേഫ് ആണെന്ന് അറിയുന്നത് ഒരു സമാധാനമല്ലേ. നമ്മളിപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന കോസ്റ്റൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഈ ഫെറിയിൽ അറൗണ്ട് 1600 പാസഞ്ചർ കപ്പാസിറ്റി. അതുപോലെ തന്നെ 370 വെഹിക്കിൾ കപ്പാസിറ്റി ഉണ്ട്. ഈ ഫെറിയേക്കാളും ബിഗ് സൂപ്പർ ഫെറിയാണ് സ്പിരിറ്റ് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയും സ്പിരിറ്റ് ഓഫ് വാൻകൂവർ ഐലൻഡും. അതിൽ പാസഞ്ചർ കപ്പാസിറ്റി അറൗണ്ട് 2000 മേലെയുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ കപ്പാസിറ്റി 470 ഉണ്ട്. ഫെറിയുടെ ഇൻറ്റീരിയർ സെൻട്രലൈസ് എ സി ആണ് കേട്ടോ. അതുമാത്രമല്ല എല്ലാ സീറ്റിലും ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ബിഗ് ഹ്യൂജ് വിൻഡോ ഉണ്ട്. നമ്മൾക്ക് ഔട്ട്സൈഡ് വ്യൂസ് ഒക്കെ നല്ല ക്ലിയർ ക്രിസ്പായിട്ട് കാണാൻ വേണ്ടി. ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആ ടോപ്പ് ഡെക്കാണ്. എന്താ വ്യൂ അവിടുത്തെ. എത്ര കാറ്റാണെങ്കിലും അവിടുന്ന് തിരിച്ചകത്ത് കയറാനേ തോന്നില്ല. നമ്മൾക്ക് ഓരോ മൊമെൻറ്റും അടിപൊളിയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലേ വെയിൽ വാച്ചിങ് കൂടെ നമുക്ക് ടിക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫെറി റൈഡിൽ. ഞാനൊരു 4-5 തവണ ഈ ഒരു ഫെറി റൈഡിൽ പോയെങ്കിലും ഇതുവരെ എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ കണ്ടവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവർക്ക് ഓർക്കേനെയും ഹംബാക്ക് വെയിലിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. വാൻകൂവർ എത്താറായി എന്നൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാർ പാർക്ക് ചെയ്തേക്കുന്ന ഏരിയയിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. ഈ ഫെറിയും ലാൻഡും കണക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം, ഈ ഒരു ബ്രിഡ്ജ്, അത് കണക്ട് ചെയ്യുന്നതും ഡിസ്കണക്ട് ചെയ്യുന്നതും കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. അങ്ങനെ നമ്മൾ ഫെറിയിൽ നിന്ന് നേരെ വാൻകൂവറിലേക്ക്. ഇതാണ് നമ്മ പറഞ്ഞ വാൻകൂവർ, ദ സിറ്റി ബിറ്റ്വീൻ മൗണ്ടൻ ആൻഡ് ഓഷ്യൻ.
ഞങ്ങൾ വാൻകൂവർ എത്തി ആദ്യം പോയത് സാൻഡ് ബോക്സ് VR എക്സ്പീരിയൻസിലേക്കാണ്. VR-ൻ്റെ മാജിക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഹോൾ ബോഡി സെൻസറൊക്കെ ഇട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എപ്പോഴെങ്കിലും VR ഗെയിം ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയാൽ ഒരിക്കലും മിസ്സാക്കല്ലേ. അത്ര രസമാണ് കേട്ടോ, ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ സ്ക്വിഡ് ഗെയിമാണ് പോപ്പുലർ, അതുപോലെ തന്നെ പല കിഡ്സിന് പറ്റിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗെയിമുണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്ത സോംബി ഗെയിമിലെ സോംബിയെ കില്ലിയുള്ള വെപ്പൺ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. പൽവാൾദേവൻ ബാഹുബലി പറ്റിച്ച പോലെ 3 പേരും എന്നെ പറ്റിച്ചു. എനിക്ക് കിട്ടിയതിൻ്റെ പ്രവർത്തനം എനിക്ക് ഒരു രക്ഷയില്ല, മനസ്സിലായിട്ടില്ല. സോംബി ഗെയിം അല്ലേ, ചില്ലായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോകാൻ ഞാൻ ആഫ്റ്റർ 2 minutes ഐ വാസ് ലൈക്ക് റണ്ണിങ് അറൗണ്ട് ആൻഡ് സ്ക്രീമിങ്. പക്ഷെ നല്ലതായിരുന്നു, ശരിക്കും ഒരു ഫുൾ സർവൈവൽ എക്സ്പീരിയൻസ്. ഗണ്ണൊക്കെ പിടിച്ച് സോംബിയെ ഷൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഫർഗെറ്റ് ദാറ്റ് ഇറ്റ്സ് വെർച്വൽ. ഈ ഗെയിം കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു വാറിന് പോയി ടയർഡായ അതേ ഫീലായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ശരവണ ഭവനിലേക്ക് വിട്ടു. ഇവിടുത്തെ മസാല ദോശയും കേസരി എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. നാട്ടിലെ അതേ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഈ ഒരു പ്ലേസിൻ്റെ ഒരു റിവ്യൂ പറയാനാണെങ്കിൽ ഞാനിതിൽ ഒരു 2 years ബാക്ക് ഇവിടെ വന്നപ്പം ഇവിടുത്തെ ഫുഡ് A1 ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു ഇച്ചിരി മോശം വന്നിട്ടില്ലേ എന്നൊരു സംശയം. മോർ കനേഡിയൻ ട്രാവൽ വീഡിയോസുമായി ഈ ഗേൾ ഫ്രം കോന്നി ഇനിയും എത്തും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെൽ ബട്ടൺ അമർത്തണേ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അൻറ്റിൽ വി മീറ്റ് അഗെയിൻ, യു ഗൈസ് ടേക്ക് കെയർ, ഹാവ് ഫൺ, പീസ് ഔട്ട്.